കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ഭാരതീയ ഭാഷാ സമിതിയിൽ ഒരു അംഗം എന്ന നിലയിൽ ഞാനിവിടെ പങ്കെടുക്കുന്നതിൻ്റെ ഒരു ഒബ്സർവർ എന്ന നിലയിൽ കൂടിയാണ്. ഉച്ചകഴിഞ്ഞ് പോകുന്നു എന്നുള്ളതുകൊണ്ട് അവസാനത്തിൽ സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിപ്പോൾ സംസാരിക്കുകയാണ്. നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് ഇന്നലെ പ്രതിപാദിച്ചിരുന്നു. അതിൽ ഒരു കാര്യം ഇന്നലെ ഞാൻ വിട്ടുപോയതാണ്. അതായത് ശാസ്ത്ര സാങ്കേതിക പദാവലി എന്ന് പറയുമ്പോൾ സയൻസിനും ടെക്നോളജിക്കും വേണ്ടിയിട്ടുള്ള പദാവലി അല്ല, മറിച്ച് ടെക്നിക്കൽ ടെർമിനോളജി എന്നുള്ളതാണ്. അത് ഞങ്ങൾ സംസ്കൃതത്തിൽ പാരിഭാഷിക ശബ്ദങ്ങൾ എന്ന് പറയും, വിശേഷപ്പെട്ട പദങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ ശാസ്ത്രത്തിനും സാങ്കേതിക വിജ്ഞാനത്തിനും വേണ്ടിയിട്ടുണ്ടെങ്കിൽ ആ ഫീൽഡിലുള്ളവരാണ് വരേണ്ടത്, മനസ്സിലായി. അതുകൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് എല്ലാ വിജ്ഞാനത്തിൻ്റെയും സവിശേഷമായ പദങ്ങളെക്കുറിച്ചുള്ള ചർച്ചയാണ്. ഇന്നലെ പയ്യനാട് സാറ് അതിൻ്റെ ചില താത്വികമായ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. വളരെ അതിൽ ഉള്ളിലുള്ള ചില പ്രശ്നങ്ങളെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്തു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ് എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അതായത് മലയാളത്തിലെ ഇത് സംബന്ധിച്ചുള്ളതായ ഡിക്ഷണറികളുടെ ഒരു ലിസ്റ്റ് ഇതാ ഞങ്ങൾ അയക്കുന്നു, ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ. അത് വാങ്ങുന്നു, അവർ വാങ്ങുകയും അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ പഠനവും എല്ലാം വരും. ആ ചർച്ചയിലും അതിൽ ഗൈഡ് ചെയ്യേണ്ട ആളുകൾ ഇരിക്കുന്ന ആളുകൾ തന്നെയാണ്. അതായത് ഇത് ഇന്ന് വൈകുന്നേരം കൊണ്ട് തീരുന്ന ഒരു പ്രക്രിയയല്ല, ഒരു തുടർ പ്രക്രിയയുടെ ഭാഗമാണ്. അതുകൊണ്ട് എല്ലാ സ്കോളേഴ്സിനോടും ഉള്ളൊരു റിക്വസ്റ്റ്, അതിൻ്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞപ്പോൾ ഉണ്ണീഷൻ സാറ് നേരത്തെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇറക്കിയ ഒരു ഡിക്ഷണറിയെ കുറിച്ച് പറഞ്ഞു. പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരില്ല. നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞു. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടാതെ പിന്നെ കേരള സാഹിത്യ അക്കാദമി ഉണ്ട്, അതുപോലെയുള്ള നിരവധി സർവകലാശാലകളുണ്ട്, ഇപ്പോൾ ഈ ഇവർ പോലുള്ളതുണ്ട്. ഇതെല്ലാം തന്നെ അവിടെയുള്ളവർക്ക് നമുക്ക് പോലും അറിയില്ല, പിന്നെ എങ്ങനെ അറിയുന്നത്? അപ്പോൾ ആ അറിയാവുന്ന അത്തരത്തിലുള്ള ഡിക്ഷണറികളുടെ പേരുകൾ ഒപ്പം ഈ നേരത്തെ ഇപ്പം ഇറങ്ങുന്ന പുസ്തകങ്ങളിൽ ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുസ്തകങ്ങളുടെ എല്ലാത്തിൻ്റെ അവസാനത്തിൽ ഒരു പദസൂചിയുണ്ട്. ആ പദസൂചി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വലിയ റിച്ച് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇതൊക്കെ കൂടി ഒന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കത് കളക്ട് ചെയ്യുമ്പോൾ അത് വളരെ സഹായകരമായിരിക്കും. അപ്പോൾ ഈ ഒരു 2 നിർദ്ദേശങ്ങളാണ് പറയാനുള്ളത്. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്ന് ഈ പരിപാടി കഴിയുമ്പോഴേക്കും നമ്മൾ പിരിഞ്ഞു പോകുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു റിപ്പോർട്ട് എന്ന രീതിയിൽ ശ്രീകുമാർ സാറ് അത് കൊടുക്കുമ്പോൾ അതിൻ്റെ തുടർ പ്രവർത്തനം എന്താണ് വേണ്ടത് എന്നത് കൂടി നിർദ്ദേശിച്ചാൽ ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി. ഇപ്പോൾ സ്കോളേഴ്സ് എല്ലാം പലതരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതിൽ നമുക്ക് ഒരു ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, ഇപ്പോൾ ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഒരു കോമൺ ഈ ഒരു സംഭവം നമ്മളൊരു ഉണ്ടാക്കിയിട്ടുണ്ട്, ശബ്ദങ്ങളുടെ വേണ്ടിയിട്ടുള്ള ഒരു കോമൺ പൂൾ. അതിലേക്ക് നമുക്ക് എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, അതാണ്. ഇപ്പോൾ ഇന്ന് കുറേ ശബ്ദങ്ങളിൽ ഇപ്പോൾ ഉണ്ണീഷൻ മാഷൻ പറഞ്ഞല്ലോ, ഈ ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ചുള്ള പദങ്ങൾ വന്നിരുന്നു. ഇതെല്ലാം നമുക്ക് കൊട്ടയിലാക്കി അത് എത്തിക്കാൻ പറ്റുമത്. കാരണം ഇതിൽ നിന്ന് വീണ്ടും ചർച്ചകൾ നടക്കട്ടെ, അതാണ് എൻ്റെ സംഭവം. ഇങ്ങനെ വരുന്ന ഏത് ശബ്ദങ്ങളുണ്ടോ അതെല്ലാം തന്നെ നമുക്കത് കളക്ട് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ വലിയൊരു പരിപാടിയാണ്. അതിൽ തുടർന്നും എല്ലാവരുടെയും സഹകരണം വേണം എന്ന് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.